സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും ഇ-ഹെൽത്ത് പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. നെടുമ്പന സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തെ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ബ്ലോക്ക് പൊതുജനാരോഗ്യ യൂണിറ്റ്, മീയണ്ണൂർ ജനകീയാരോഗ്യ കേന്ദ്രം എന്നിവയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. മരുന്നുകുറിക്കൽ, ലാബ് പരിശോധനാ റിപ്പോർട്ട് തുടങ്ങിയവ കടലാസ് രഹിതമാക്കി രോഗികളുടെ ചികിത്സാ വിവരം ഒറ്റ ക്ലിക്കിൽ ലഭ്യമാകുന്ന തരത്തിൽ പദ്ധതി വ്യാപിപ്പിക്കുമെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. സർക്കാർ മേഖലയിലെ ലാബുകളെ ബന്ധിപ്പിച്ച് നിർണയ ലബോറട്ടറി ശൃംഖല പ്രാബല്യത്തിൽ വരും. രോഗചികിത്സയ്ക്കൊപ്പം പ്രതിരോധത്തിന് പ്രാധാന്യം നൽകിയുള്ള രീതിയാണ് നടപ്പാക്കുക. ബ്ലോക്കിന്റെ ജനകീയാരോഗ്യ കേന്ദ്രം എല്ലാ ചൊവ്വാഴ്ചകളും സ്ത്രീകളുടെ ക്ലിനിക്കായി പ്രവർത്തിക്കും. രോഗികളുടെ കൂട്ടായ്മയ്ക്ക് പേഷ്യന്റ് ക്ലബ്ബുകൾ രൂപീകരിക്കും. പകർച്ചവ്യാധികളെ പ്രതിരോധിക്കുന്നതിനാണ് പൊതുജനാരോഗ്യ യൂണിറ്റ് ആരംഭിച്ചത്. നെടുമ്പന കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആരംഭിച്ച ലാബിൽ 80ഓളം പരിശോധനകൾ നടത്താൻ സൗകര്യമൊരുക്കിയിട്ടുണ്ടെന്നും ഒഴിവുള്ള നഴ്സിംഗ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ജീവനക്കാരെ നിയോഗിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഉച്ചസമയത്ത് നല്ല ചൂടാണ്, അവിടെ ഇരിക്കാൻ നല്ല ചൂടുണ്ട് എന്നുള്ളതറിയാം. അപ്പോൾ അധിക സമയം സംസാരിക്കുന്നത് ഉചിതമല്ല എന്ന് തോന്നുന്നു. മറ്റ് ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അന്തരീക്ഷമാണ് നമ്മുടെ നെടുമ്പന ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഉള്ളത്. ഇവിടേക്ക് കടന്നു വരുമ്പോൾ തന്നെ വളരെ ഒരു ചിട്ട നമുക്ക് ഫീൽ ചെയ്യും, ഒരു അച്ചടക്കവും ചിട്ടയും. അപ്പം അതിൻ്റെ ഒരു മനോഹാരിത തീർച്ചയായിട്ടും ഈ ഒരു അന്തരീക്ഷത്തിൽ പൊതുവേ ഉണ്ട്. സാധാരണ ആരോഗ്യ കേന്ദ്രത്തിൽ പോയാൽ നമുക്ക് സ്ഥലപരിമിതി, അതുപോലെ അടിസ്ഥാന സൗകര്യം ഇനിയും എപ്പോഴും ആവശ്യമായി ആണ് എന്നുള്ള നിലയിലായിരിക്കും. പക്ഷെ ഇവിടെ 12 ഏക്കറോളം സ്ഥലമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ ഓരോ ഘട്ടങ്ങളിൽ അനുവദിച്ച കെട്ടിടങ്ങൾ നല്ല നിലയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതും പ്രത്യേകമായി ഇവിടുത്തെ ഒരു സവിശേഷതയായിട്ട് ഇപ്പോൾ ഇവിടെ വന്ന് സന്ദർശിക്കുമ്പോൾ അനുഭവപ്പെടുകയാണ്. 37 ലക്ഷം രൂപ ചെലവിലാണ് നെടുമ്പന സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തെ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തിയത്. 27 ലക്ഷം വിനിയോഗിച്ച് ബ്ലോക്ക് പൊതുജനാരോഗ്യ യൂണിറ്റും 7 ലക്ഷം രൂപ വിനിയോഗിച്ച് മീയണ്ണൂരിലെ ജനകീയ ആരോഗ്യ കേന്ദ്രവും ഒരുക്കി. പരിപാടിയിൽ PC വിഷ്ണുനാഥ് MLA അധ്യക്ഷത വഹിച്ചു. സർവ്വസാധാരണക്കാരായ മനുഷ്യരുടെ, പാവപ്പെട്ട ജനങ്ങളുടെ ഒരു ആശ്രയ കേന്ദ്രമാണ്. ഒരുപാട് വികസന സാധ്യതയുള്ള ഒരു ആശുപത്രിയാണ്. ആ ആശുപത്രിയെ കൂടുതൽ പുരോഗതിയിലേക്ക് വരുന്നതിന് ബ്ലോക്ക് പഞ്ചായത്ത്, അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പ് ഒക്കെ കാട്ടുന്ന താല്പര്യത്തെ ഞാൻ ഈ അവസരത്തിൽ ഈ പൗര സമൂഹത്തിന് വേണ്ടി പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ദിവസം 350-നടുത്ത ആളുകൾ, രോഗികൾ OP എത്തുന്ന ഒരു ആശുപത്രിയാണ്. അതിനേക്കാൾ കൂടുതൽ ആളുകളും എത്തുമായിരുന്നു. ഇപ്പോൾ ശരാശരി 300-350-നും അടുത്ത് രോഗികൾ, സാധാരണക്കാരായ മനുഷ്യർ ചികിത്സ തേടിയെത്തുന്ന ഒരു ആശുപത്രിയാണ്. മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് B യശോദ, നെടുമ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S ഗിരിജകുമാരി, മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് H ഹുസൈൻ, ജിഷ അനിൽ, P സുശീല, ഡോക്ടർ MS അനു, ഡോക്ടർ ദേവകിരൺ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.